ഇളയ ഞാനും ഷോൺ ജോർജും കേരള നിയമസഭയെ കാണും. അങ്ങനെ പടക്കടകുതാ പരാജയം എപ്പോഴും പരാജയമാണ്. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. പക്ഷെ വേറെ കുഴപ്പമില്ല. 4-ാം തീയതി ആകുമ്പോഴത്തേന് സ്വീകരണം വെളുവൊക്കെ കൂടി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 5-ാം തീയതി എല്ലാവരും വന്നേരം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. നെക്സ്റ്റ് പേഷ്യന്റ്. അവിടെ അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി. കള്ളനവൻ പെരുങ്കള്ളൻ എന്റെ കൈ കെട്ടിട്ട് കിട്ടില്ല. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യും? കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾ റീത്തുവെക്കും. ഒരക്ഷരം പോലും തെറ്റി. എന്നെ ഞാൻ കാച്ചില് പുഴുങ്ങണ പോലെ തിളച്ച വെള്ളത്തിലിട്ട് തോല് പൊളിച്ചില്ലെങ്കിൽ. തെരഞ്ഞെടുപ്പില് നല്ല ശുഭപ്രതീക്ഷയിലാണുള്ളത്. ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാളും കൂടുതൽ സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്. അതിച്ചിരി കൂടുതലല്ലേ? തോൽവി എന്ന വാക്ക് എന്റെ ചരിത്രത്തിലില്ല. സ്കൂളിൽ പോകാത്തോണ്ട് അവിടെയും തോറ്റിട്ടില്ല. LDF 35 സീറ്റുകളാണ് വലിയ രീതിയിൽ തന്നെ കൂപ്പുകുത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ 99 സീറ്റിൽ നിന്നാണ് ഇതാ ഇങ്ങനെ 35ലേക്ക് വന്നിരിക്കുന്നത്. NDAയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിച്ചു വരുന്ന ദിവസമായിരിക്കും മെയ് 4-ാം തീയതി. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം എന്റെ മുമ്പ് തൂങ്ങി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3-ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1-ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഖിൽ മാരാർ കഷ്ടിച്ചു പിടിച്ചിരിക്കുന്നത് 9,161 വോട്ട്. എന്തു വേണ ചെയ്തു, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. ഡോക്ടർ അപ്പൊ സന്തോഷമായല്ലോ എല്ലാവർക്കും? സന്തോഷായി, നല്ല സന്തോഷമായി. ഓക്കെ, ഡോക്ടർ അരുൺകുമാർ, നമ്മൾ ഈ അഖിൽ മാരാരിനൊന്നും ഈ സമയത്ത് അങ്ങനെ പറയാൻ പാടില്ല ഡോക്ടർ അരുൺകുമാർ. കാരണം പിണറായി വിജയൻ പിന്നിൽ നിൽക്കുന്ന സമയത്ത് എന്ത് അഖിൽ മാരാർ? അല്ല, അത് പറയണമല്ലോ. ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണമല്ലോ. ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു. മനുഷ്യന് അസൂയ പാടില്ല. അനുലൂട്ടി നന്നായി പോയത് അവന് സഹിച്ചില്ല. കാന്താരിയല്ലേ കാന്താരി. എന്നാ എന്ത് ഫ്രാഡ് പണി കാണിച്ചാലും വേണ്ടില്ല, അനുലൂട്ടിയെ കടത്തി വെട്ടണമെന്ന് വാശി. ഒരു വലിയ പരാജയം നേരിട്ടു. അല്ല, അങ്ങനെയല്ല. എന്നിട്ടാണോ തോറ്റത്? അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചതിന് തുല്യമാണ് അമ്മേ. അഖിൽ എന്ന് പറയുന്ന വ്യക്തി, ഉമാ തോമസ് എന്ന് പറയുന്ന വ്യക്തിയല്ല ഇവിടെ മത്സരിച്ചത്. ഒരു തെരഞ്ഞെടുപ്പ് മുന്നണി രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള ചർച്ച. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അവർക്ക് വോട്ട് ചെയ്ത് ആളുകൾ വിഡ്ഢികളാ. എടോ തിരുമണ്ട, അന്നയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട ചാനലുകാരുടെ മുന്നിൽ വിഡ്ഢിത്തം വിളമ്പി ആളാവാനല്ലടോ. എന്നാ പറയാനാ, ഇനി അവന്മാർ ഉണ്ടാക്കാൻ പോകുന്നതാ. എനിക്ക് കരുത്തില്ല, നാറാൻ പോവാ നാടുമുഴുവൻ. എനിക്ക് ഈ ലോകത്ത് ഒരാളെ ഉള്ളൂ വിശ്വാസമില്ലാതായിട്ട്, അത് നീയാണ്. നിന്റെ സ്വഭാവം ഓന്തിന്റെ പോലെയാണ്. എപ്പോഴാണ് മാറുന്നെന്ന് പറയാൻ പറ്റില്ല.